ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റാദറിന്റെ ഉപയോഗം പഠിക്കാം. റാദർ ഗുഡ് റാദർ അങ്ങനെ കുറച്ചുണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് പഠിക്കാം. റാദർ എന്ന് പറഞ്ഞാൽ ശരിക്കും, തികച്ചും എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ആ ഫിലിം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെ പറയും? ദ ഫിലിം വാസ് റാദർ ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ദ മൂവി വാസ് റാദർ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയും. ഇപ്പൊ പുറത്ത് ശരിക്കും കോൾഡ് ആണ്, നീ എന്തായാലും ജാക്കറ്റ് ഇടണം. It's rather cold outside. You should wear jacket. It's rather cold outside. You should wear jacket എന്ന് പറയാം. പിന്നെ വുഡ് റാദർ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. വുഡ് റാദർ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് ഇതാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് വുഡ് റാദർ വെച്ച് പറയാം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് ഇഷ്ടം. ഐ വുഡ് റാദർ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വുഡ് റാദർ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം. പിന്നെ വുഡ് റാദർ ദാൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പം എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനേക്കാൾ ഇഷ്ടം പോപ്പ് മ്യൂസിക്കാ. അതെങ്ങനെ പറയാം? I would rather listen to pop than classical music. I would rather listen to pop than classical music എന്ന് പറയാം. ഓക്കെ, ദെൻ or rather ഒരു ഉപയോഗം ഇംഗ്ലീഷിൽ. or rather എന്താ അതിന്റെ അർത്ഥം? അങ്ങനെയോ, അങ്ങനെ എന്തോ, അല്ലെങ്കിൽ എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെ എന്തോ, അല്ലെങ്കിൽ, അതാണ് or ratherന്റെ അർത്ഥം കേട്ടോ. അപ്പോ നമ്മൾ പറയാം അവന്റെ പേര് രവിയോ രാജനോ അങ്ങനെ എന്തോ ഒന്നാണ്. അപ്പൊ എന്നെ പറയാം, His name is Ravi or rather Rajan. His name is Ravi or rather Rajan. അവന്റെ പേര് രവിയോ രാജനോ അങ്ങനെ എന്തോ ഒന്നാണ്. അങ്ങനെ പറയാം. നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ എനിക്കൊരു പേനയോ അല്ലെങ്കിൽ ഒരു പെൻസിലോ തരൂ, ഇങ്ങനെ പറയും, Give me a pencil or rather a pen. Give me a pencil or rather a pen. അതാണ് or rather. ഇനി rather than എന്നുള്ളൊരു ഉപയോഗം കൂടിയുണ്ട്. rather than എന്ന് പറഞ്ഞാൽ പകരം, അതിനേക്കാൾ എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പുറത്തു പോകുന്നതിന് പകരം എൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി റാദർ ദാൻ ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. ഇങ്ങനെ ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി റാദർ ദാൻ ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. ഇനി എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇതാണെന്ന് പറയാം നമുക്ക്. ഐ പ്രിഫർ ചുരിദാർ റാദർ ദാൻ സാരി. അപ്പൊ എനിക്ക് സാരിയേക്കാൾ ഇഷ്ടം ചുരിദാറാണ്. ഐ പ്രിഫർ ചുരിദാർ റാദർ ദാൻ സാരി എനിക്ക് പറയാം. അപ്പൊ റാദറിന് കുറെ മീനിങ് ഉണ്ട്. റാദർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നുള്ളൊരു മീനിങ് ഉണ്ട്. വുഡ് റാദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് ഇഷ്ടം എന്നൊക്കെ പറയാൻ